ക്രിസ്ത്യൻ പേരുള്ള 2-3 പേര്, ജോൺസൺ, സിറിയാക്ക്, എഡ്വിൻ തുടങ്ങിയവര്, ഞാൻ നേരത്തെ പറഞ്ഞൊരു യൂട്യൂബ് പോസ്റ്റിന് എതിരായിട്ട് പറയുകയുണ്ടായി. നമ്മുടെ ഈ ടോപ്പ് സിംഗർ പരിപാടി ഫ്ലവേഴ്സ് ചാനലിലുള്ളതിൽ MG ശ്രീകുമാർ ഈ കുട്ടികൾ തിന്നുന്ന നോൺ വെജിറ്റേറിയനെ കുറിച്ച് ഇങ്ങനെ കുത്തി ചോദിച്ച് പറയിക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ കമൻറ്റ് പറഞ്ഞിരുന്നു. അതിൽ ഈ ക്രിസ്ത്യൻ പേരുള്ളവർ പറഞ്ഞത്, ഇത്ര ഇൻടോളറൻസ് ഗോപാലകൃഷ്ണൻ എന്തുകൊണ്ടാണ്? അവർക്കിഷ്ടമുള്ള ഭക്ഷണം കഴിച്ചോട്ടെ, അവരെക്കുറിച്ച് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഇത്രയധികം അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ഒരു ക്രിസ്ത്യന് അല്ലെങ്കിൽ യുക്തിവാദിക്ക്, കമ്മ്യൂണിസ്റ്റുകാരന് സംഗീതത്തോടുള്ള അപ്രോച്ച് അല്ല ഭാരതീയ പൈതൃകത്തിൽ സംഗീതത്തോടുള്ളത്. അത് ജയചന്ദ്രൻ സാറിനുള്ള അപ്രോച്ചാണ്. ജയചന്ദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് സിംഗറിൽ ഇവാലുവേറ്റർ ആയിട്ടിരിക്കുന്ന ആ വ്യക്തി ഇന്നലെ വൈകുന്നേരം പറയുകയുണ്ടായി, സംഗീതം ഈശ്വരീയമാണ്, ആ സംഗീതം ആലപിക്കാനുള്ള അനുഗ്രഹം കിട്ടുന്നത് ഈശ്വരീയമാണ്, അത് മുജ്ജന്മ വാസന പോലെ ഉണ്ട്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് മുഴുവനും സംഗീതത്തിൻ്റെ ഈശ്വരീയതയെക്കുറിച്ചാണ്. ഇന്നലെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് 2019 ജനുവരി മാസം 27-ാം തീയതി. ഇന്ന് 28-ആണ്. ജനുവരി മാസം 27-ാം തീയതി വൈകുന്നേരം അദ്ദേഹം പറഞ്ഞത് മുഴുവനും ഈ സംഗീതത്തിലുള്ള സ്പിരിച്വാലിറ്റി. ഭാരതം സംഗീതത്തെ കണ്ടിരിക്കുന്നത് സരസ്വതി ദേവിയുടെ വീണയുടെ സൗണ്ടുമായിട്ടാണ്. നമ്മൾ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുദാസ് ബ്രഹ്മജ്ഞാനിയാണ് എന്ന് പറഞ്ഞതും, ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ ആ അബ്ദുള്ള എന്ന് പറയുന്ന സിനിമാ നടൻ, അത് മോഹൻലാലാണ്, ഇനി നെടുമുടി വേണു, സംഗീതത്തിൻ്റെ അക്കരെ എത്തിയ അങ്ങാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ, അങ്ങാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മജ്ഞാനി. ആ സംഗീതത്തെ നാദബ്രഹ്മത്തിൻ്റെ അവസാനം വരെ എത്തിയ ആ ലെവലിലുള്ള യേശുദാസും ജയചന്ദ്രനും SP ബാലസുബ്രഹ്മണ്യവും ബാലമുരളി കൃഷ്ണയും എല്ലാം ശരിക്കും ഒരു ഋഷി തുല്യരാണ്. നമ്മുടെ ശാർങ്ങധരൻ്റെ സംഗീതരത്നാകരത്തിലും ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലുമൊക്കെ സംഗീതത്തെ വിവരിച്ചിരിക്കുന്നത് ഒരു അവതാരത്തിൻ്റെ ലെവലിലാണ് അത് കൈകാര്യം ചെയ്യുന്നവരെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ആത്മീയതയും അത്രയും പരിശുദ്ധിയുമുള്ള സംഗീതത്തെ ഒരു പക്ഷേ ക്രിസ്ത്യാനിക്ക് നോൺ വെജിറ്റേറിയൻ ഭക്ഷണവുമായിട്ട് ചേർക്കുന്നതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. ഓമനക്കുട്ടിയുടെ സഹോദരി, അറിയാതെ ഞാൻ മകൻ എന്ന് പറഞ്ഞു പോയി, ഓമനക്കുട്ടിയുടെ സഹോദരനായ MG ശ്രീകുമാർ ആ നല്ല സംഗീതാത്മകമായ അന്തരീക്ഷത്തിൽ കയറിയിട്ട് ചിക്കൻ ബിരിയാണിയും മട്ടൺ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഇറച്ചിക്കറിയും ഒക്കെ പറയുമ്പോൾ അത് അവിടെ യോജിക്കാത്തതാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്തത്. അത് ഇൻടോളറൻസ് അല്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഇൻടോളറൻസ് ആണെന്ന് ധരിക്കുന്നത് മനസ്സിനകത്തെ കള്ളത്തരമുള്ളതാണ്. അങ്ങനെ കള്ളത്തരം ഉണ്ടാവാൻ കാരണം നിങ്ങളുടെ അച്ഛന്മാരും കന്യാസ്ത്രീകളും പോപ്പ് മുതൽക്ക് താഴെ വരെ മനുഷ്യനെയൊക്കെ പാപിയാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ രക്തത്തിനകത്ത് പാപത്തിൻ്റെ മാത്രം ചവറും ചീഞ്ഞളിഞ്ഞ സാധനമാണുള്ളത്. അതുകൊണ്ട് ആ രക്തത്തിൽ ഇത്രയും പാപമുള്ളത് കൊണ്ടാണ് ചിന്തയിലും ഈ പാപം വരുന്നതും ഇൻടോളറൻസ്, അസഹിഷ്ണുത എന്ന വാക്കുകളൊക്കെ വരുന്നതും അതുകൊണ്ടാണ്. അതല്ലാതെ നല്ല സംഗീതത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലെ ശ്രീകോവിലിൽ ഇറച്ചി വെച്ചില്ലല്ലോ, അൽത്താരയിൽ വെക്കുകയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ ഈ ഇവിടെ ബക്രീദിന് 17 കോടി ആളുകളെ കൊല്ലുന്ന മാതിരി പണ്ട് തെറ്റായിട്ടുള്ള രീതിയിൽ കൗളമാർഗത്തിൽ ചെയ്തിരുന്നു. അതൊക്കെ മാറ്റണമെന്ന് നാരായണ ഗുരുദേവനും ശങ്കരാചാര്യനും പിന്നീട് വന്ന ആചാര്യന്മാരൊക്കെ പറഞ്ഞത് ചോരയും ഇറച്ചിയും അത് ആത്മീയതയും നല്ല ധന്യമായിട്ടുള്ള ആ സ്പിരിച്വൽ കോണ്ടെക്സ്റ്റിന് ചേർന്നതല്ല. ഇപ്പോൾ ഇവർ തന്നെ MG ശ്രീകുമാറോ ജയചന്ദ്രനോ കൂട്ടത്തിലുള്ള ആ സ്ത്രീകളോ ഇവാലുവേറ്റ് ചെയ്യുന്നവരോ അല്പം മോശമായിട്ടുള്ള ഭാഷ പ്രയോഗിച്ചു എന്ന് വിചാരിക്കുക, അല്പം സെക്ഷുവലായിട്ടുള്ള ആർത്തവോത്സവം പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും കേൾക്കുന്നവന് തോന്നുക? മനുഷ്യ ശരീരമായിട്ട് ബന്ധമുള്ളതല്ലേ, എന്താ പറഞ്ഞാൽ എന്താ കുഴപ്പം, എന്തിനാ ഇൻടോളറൻ്റ് ആവുന്നതെന്നല്ല. അവിടെ അത് ചേർന്നതല്ല. ഈ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയൊക്കെ ആത്മീയ ലെവലിലേക്ക് പോയാലേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സിറിയാക്കെ, ജോൺസ ആ ലെവലിൽ പോകണം. അല്ലാതെ നമ്മൾ ഈ മൈക്കേൽ ജാക്സന്റെ ലെവലിലെ ഹോർമോൺ കുത്തിവെച്ച ആണിനെ പെണ്ണാക്കിയിട്ട് നൃത്തം ചവിട്ടുന്നതും ബ്രേക്ക് ഡാൻസും ട്വിസ്റ്റും പച്ചയ്ക്ക് തുണിയില്ലാതെ ആടുന്നത് പോലെ അല്ല ഭാരതീയ പൈതൃകത്തിന്റെ ഭാഗമായിട്ടുള്ള സംഗീതവും നൃത്തവും. അതൊക്കെ മനസ്സിലാകാതെയാണ് യേശു ക്രിസ്തുവിനെ ആണിയടിച്ച കുരിശ് കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നത്. ഇവിടുത്തെ അപ്രോച്ച് വേറെയാ. യേശുവിൻ്റെ ശരീരം തിന്നുക ഗോതമ്പുണ്ടയായിട്ട്, യേശുവിൻ്റെ ചോര കുടിക്കുക വീഞ്ഞായിട്ട്,
യേശുവിനെ ആണിയടിച്ച കുരിശ് ശവപ്പറമ്പിലും വയ്ക്കുക, കഴുത്തിലും വയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ജന്മനാൽ പാപികളാണ്, പാപികളാണ്, പാപികളാണ്. എന്തോന്നാ പാപികളാവാൻ കാരണം? ആദവും അവയും എന്തോ നടത്തിയിട്ട് കുട്ടികളെ ഉണ്ടാക്കി, അവർ തുണി കൊടുത്തു. ദൈവത്തിന് അത് ഇഷ്ടമല്ലായിരുന്നു. അതാണ് ആദി പാപം. ആ സാത്താൻ പറഞ്ഞ ജ്ഞാനക്കനി തിന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഉൾപ്പെടെ തുണി കൊടുത്തുകൊണ്ട് നടക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോഴും ആദത്തെയും അവയെയും പോയി ജീവിക്കുമായിരുന്നു. ആ ദൈവത്തിന്റെ നിർദ്ദേശം അനുസരിക്കാത്തത് കൊണ്ട് പാപിയായി. ആ പാപിക്ക് കാണുന്നത് കേൾക്കുന്നത് ഒക്കെ പാപത്തിന്റെയാണ്. അതുകൊണ്ട് ആര് വിചാരിച്ചാലാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുക? ഏതായാലും ഗോപാലകൃഷ്ണൻ ഇൻടോളറൻ്റ് ഒന്നുമല്ല. ഓരോന്നിനും ഓരോന്നുണ്ട്. ദീപാരാധന നടത്തുന്ന ആ മന്ത്രമൊക്കെ ചൊല്ലുന്ന കൂട്ടത്തിൽ ആരും എത്ര നല്ലതാണെങ്കിലും ദേശീയ ഗാനം ചൊല്ലാറില്ല. ദേശീയ ഗാനം വളരെ നല്ലതാണ്, പക്ഷെ ദീപാരാധനയുടെ കൂട്ടത്തിൽ ചൊല്ലാറില്ല. നല്ല നൃത്തം അവതരിപ്പിക്കുന്ന സമയത്ത് പോലീസ് ഡ്രസ്സിട്ട് ഫെമിനിസ്റ്റുകളെ സ്റ്റേജിൽ കയറ്റാറില്ല. ശബരിമലയിലെ പവിത്രതയ്ക്കാണ് ഭംഗം വരുത്തിയത്. സ്ത്രീകൾ കയറുന്നത് കൊണ്ടല്ല, ഇതുമാതിരിയുള്ള വേഷം കാണിച്ച് തറപ്പണി കാണിച്ചത് കൊണ്ടാണ് പ്രതിഷേധിക്കേണ്ടി വന്നത്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മാനസികമായിട്ട് ഉയരണം. ഞാൻ ഉയർന്നു എന്നല്ല പറഞ്ഞത്, ഉയരാൻ ശ്രമിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പറഞ്ഞത്. അതല്ലാതെ MG ശ്രീകുമാർ ചിക്കൻ കറിയും മട്ടൻ കറിയും ബീഫ് കറിയും പോർക്ക് കറിയും ഒക്കെ നല്ല സംഗീതത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലിരിക്കുന്ന കുട്ടികളോട് അങ്ങ് കുത്തി 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 ചോദിച്ചിട്ട് ഒരു തരം കാഷ്വലി കാണണം എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടുണ്ട്. ഈ സംസ്കാരമുള്ളവർക്ക് പ്രതികരിക്കാനുള്ള ഒരു വേദി കൂടിയാണ് യൂട്യൂബ്. അതുകൊണ്ട് അത് പറയുന്നത്. അത് സ്വീകരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ് നിങ്ങൾ എഴുതിയാലേ ഇങ്ങനെയുള്ള ഉത്തരവ് തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ട് കമൻറ്റ് എഴുതുന്നത് കൊണ്ടും ഒരു ഇൻടോളറൻസും ഇല്ല. വളരെ പുണ്യമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. തുറന്ന മനസ്സോടുകൂടിയാണ് പറയുന്നത്. പ്രണാം.